ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഹാർപ്പിക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെയധികം പ്രയാസമുള്ളതും ടെൻഷൻ നിറഞ്ഞതുമായ ഒരുപാട് ക്ലീനിങ് ജോലികൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഹാർപ്പിക്കാണ്. നമ്മുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്ലീൻ പ്ലസ് എന്നും പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെന്താ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണോളം വിനാഗിരിയാണ്. ആ ഒരു വിനാഗിരിയും ഞാൻ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങും. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പതയൊക്കെ മാറുന്നതായിരിക്കും. ഇപ്പോൾ ഈ പതയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ അടപ്പിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടം കുത്താൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ഞാൻ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു അടപ്പിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ ഭിത്തിയിലേക്ക് ഒട്ടിച്ചിരിക്കുന്ന ഈ ടൈൽസ്, അതിൻ്റെ ഒരു വിടവിൽ, ടൈൽസുകൾ തമ്മിലുള്ള ഒരു വിടവിലും പിന്നെ അതിൻ്റെ കോർണറിലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഈ ഭിത്തിയുടെ ടൈൽസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാത്തൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടൈൽസിൻ്റെ വിടവിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരുള്ളൂ. നമുക്ക് വലിയ ബ്രഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ചെറിയ ബ്രഷ് മതി. ചെറിയ ബ്രഷ് യൂസ് ചെയ്താലാണ് നമുക്ക് ഈ ജോയിൻസിലേക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഈ ഒരു ജോയിൻസിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു ഭിത്തി ഫുള്ളായിട്ട് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ജോയിൻസിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഭിത്തിയൊക്കെ ഉരച്ച് കഴുകാറൊന്നുമില്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമൊക്കെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഈ സൈഡിൽ, ഡോറിൻ്റെയൊക്കെ സൈഡിൽ അഴുക്കുകളൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ടാകും. നമ്മുടെ ഈ ഡോറിൻ്റെ ഈ കോർണറിലൊക്കെ ഇങ്ങനെ അഴുക്കുകളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഈ ഒരു ഹാർപ്പിക് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡോറിലേക്കും ഞാൻ ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡോറും ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഹാർപ്പിക്കിൻ്റെ സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റ്, കപ്പ്, അതിലൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ വഴുവഴുപ്പൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാകും. വെള്ളമൊക്കെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ബക്കറ്റിലൊക്കെ ഇരിക്കുമ്പോൾ അത് ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാകും. പിന്നെ ഒരു ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യാത്തൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ബക്കറ്റൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബർ മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഇതാ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല, നമ്മുടെ ബക്കറ്റിനകത്തും കപ്പിലൊക്കെ ഉള്ള വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ തറയിലെ ടൈൽസിലാണ്. അപ്പോൾ ആ സൊല്യൂഷൻ ഈ ടൈൽസിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് ഹാർപ്പിക് ഒഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലീനിങ് ജോലികളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് ഹാർപ്പിക്കും വിനാഗിരിയും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഞാൻ അവിടെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തയ്യാറാക്കിയത് നമ്മുടെ ബാത്റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും അത് തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ വേറൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു ബോട്ടിലിലെ ഹോള് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിലെ ഹോൾ ഞാൻ ചെറിയൊരു സൂചി ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ ഹോളായിരുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സൊല്യൂഷൻ ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം കുപ്പിയുടെ അടപ്പിട്ട് മുറുക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഈ അടപ്പിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ നൂല് ഇതിനകത്തേക്ക് കെട്ടി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഞാൻ നമ്മുടെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ കുപ്പി വെച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കമിഴ്ത്തി വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഫ്ലഷ് ടാങ്ക് അടച്ചു കൊടുക്കുകയാണ്. ഈ ഒരു നൂല് ഇതിൻ്റെ പുറത്തേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നൂല് എന്തിനാ പുറത്തേക്ക് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുപ്പിയിലുള്ള ഈ സൊല്യൂഷൻ തീർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ബോട്ടിൽ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നൂല് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണയും ഫ്ലഷ് അടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ടോയ്ലറ്റിലേക്ക് വരികയും ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ചെറിയ ഹോളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരില്ല. അത് കുറച്ചായിരിക്കും ഈ ഒരു വെള്ളത്തിലേക്ക് വരുന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫ്ലഷിലും നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ആയിട്ടിരിക്കുക. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഹാർപ്പിക് വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു ബർണർ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കറുത്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയതുപോലെ തന്നെ ഒരു സൊല്യൂഷനാണിത്. വെള്ളത്തിലേക്ക് കുറച്ച് ഹാർപ്പിക്കും വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സൊല്യൂഷനാണ്. അതിലേക്ക് നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഈ ബർണർ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നമുക്കിതൊരു 1-2 മണിക്കൂറൊക്കെ ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇതേപോലെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഈ ബർണർ ഇതിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ബർണർ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 1-2 മണിക്കൂർ മാത്രമാണ് വെച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഇതൊന്ന് കഴുകി കൊടുക്കുകയാണ്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ ഒരു വിമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ബർണറിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല വാങ്ങിച്ചതുപോലെ ഒന്നും ആയിട്ടില്ലെങ്കിലും ആദ്യത്തെ ആ കറുത്ത കളറൊക്കെ മാറിയിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് ഹാർപ്പിക്കും വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് ജോലികൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു.